ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ കൂർഗ് യാത്രയുടെ പാർട്ട് 2 ആണ്. അതായത് ഡേ 2 ആണ്. നമ്മൾ നല്ല ട്വിന്നിങ് ആയിട്ടാണ് ഇന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്. 3 പേരും മാച്ച് ഡ്രസ്സിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ടുബൈർ എലിഫൻറ്റ് പാർക്കിലാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് കടക്കണം, എന്നാലേ ആനേനൊക്കെ കാണാൻ പറ്റൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നെങ്കിൽ നടക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഒരു ടയർ പോലത്തെ സംഭവത്തിൽ ഇരുന്നിട്ട് അവർ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ ഇതുകൂടെ ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നടക്കാൻ പ്ലാൻ ചെയ്തു. നടക്കാനുള്ള തീരുമാനിച്ചു. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം കാലൊക്കെ തെന്നുന്നുണ്ടായിന്. അങ്ങനെ മോനെ ഷെയ്ക്കാണ് എടുത്തത്. അപ്പോൾ അത്രയും ഫ്ലോ ആയിരുന്നു അവിടുത്തെ വെള്ളം. കാലിങ്ങനെ വെക്കുന്നിടേ സ്ലോ ആയിട്ട് നടക്കാൻ പറ്റൂ. കാല് തെന്നിപ്പോകും, നല്ലോണം തെന്നിപ്പോകുന്നുണ്ടതിന്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഉള്ളത് അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കയറി. പിന്നെ ഈ ആനൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കണമെങ്കിലും ആനൻ്റെ അടുത്ത് നിൽക്കണമെങ്കിലൊക്കെ പ്രത്യേകിച്ച് വേറെ പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ ഫുഡ് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ കഴിയും. ഫുഡ് വാങ്ങാൻ പ്രത്യേകിച്ച് വേറെ പേയ്മെൻറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ അങ്ങനെ കൊടുത്തു. അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് ചിക്ലി ഹോൾ റിസർവോയർ എന്ന് പറഞ്ഞ ഒരു ഡാമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഫോട്ടോയിലൊക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് കൂർഗിൽ വരുമ്പോൾ ഫസ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ട് ഉറപ്പായിട്ട് വരണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ വെള്ളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചെറുതായിട്ടെങ്കിലും വെള്ളം എല്ലാ ടൈമും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ആ ഒരു ഭംഗിയിലൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. ചെറുതായിട്ടൊരു വെള്ളം അത്രയേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ ജസ്റ്റ് ആ ഒരു സൈഡിൽ ഫോട്ടോ കൊടുക്കുക കാണാത്തവർക്കായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും പോകേണ്ട ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ വെള്ളമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പോയിട്ട് പെട്ടുപോയതാണ്. മാണ്ടൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്ത് നമ്മൾ പോകുന്നത്. കാറുമായിട്ട് തന്നെ കയറാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അവിടെ നിന്ന് അവർ പറഞ്ഞു ജീപ്പിൽ എങ്ങനെയും പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പരമാവധി കാറിൽ തന്നെ ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. ലാസ്റ്റ് അവിടെ നിന്ന് എങ്ങനെയും ജീപ്പിൽ റോഡൊന്നും ഇല്ലാത്ത ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ജീപ്പിലാണ് പോയത്. പക്ഷെ നല്ല ദൂരമുണ്ട്. കുട്ടികളെ കൊണ്ടൊന്നും ഒരിക്കലും ആരും പോകരുതെന്ന് തന്നെ പറയാനുള്ളത്, ചെറിയ കുട്ടികളെ കൊണ്ട്. അപ്പോൾ എൻ്റെ മോനില്ലോണ്ട് തന്നെ ഇത്രയും ദൂരം പൊടിയൊക്കെ ആയിട്ട് പോകുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ പോയിട്ട് പെട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. കുറേ ദൂരമാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് കുലുങ്ങുന്നുണ്ടായിനി. അത്രയും ഇതായിട്ടുള്ള റോഡാണ്. കുറേ ദൂരം കയറാനുണ്ട്. അതായത് നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല വൈബുള്ള ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും നല്ല കാറ്റും തണുത്ത കാറ്റൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. പക്ഷേ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. മാസ്കൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ വലിയ സീനില്ല. പക്ഷേ എൻ്റെ ചെറിയ കുഞ്ഞായതുകൊണ്ട് മാസ്ക് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചാർജും ഉണ്ടായിട്ടില്ല, അതാണ് മെയിൻ. പിന്നെ അവിടെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക.
അടുത്ത നമ്മൾ വന്നിട്ടുള്ളത് രാജാ സീറ്റ് ഗാർഡനിലാണ്. ഇവിടെ വരണമെന്ന് ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം അവിടുന്ന് നല്ല ടയേർഡായിരുന്നു. തിരിച്ച് റൂമിലേക്ക് പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ ജസ്റ്റ് വന്നു. അങ്ങനെ വന്നിട്ട് അടിപൊളി ഇഷ്ടമായിട്ടുണ്ട്. അത്ര ഇഷ്ടമായിട്ടുണ്ട്. ഉറപ്പായിട്ട് വരേണ്ട നല്ലൊരു പ്ലേസ് തന്നെയാണ്. അത്രയും ഫ്ലവേഴ്സായിട്ട് നല്ല ഗാർഡനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും അടിപൊളിയാണ്. അവിടെ ഇരുന്ന് നല്ല കാരണം ആ ഒരു ടൈമിൽ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട്. ആ ഒരു നല്ല ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അടിപൊളിയാണ്. അവിടെ ഇരിക്കാനാണെങ്കിലും കുറേ വലിയ സ്ഥലത്ത് ഒരുപാട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്രയും ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു പ്ലേസാണ്. ഫുൾ ഗാർഡനായിട്ട് ചെടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. രാത്രിയിലാണെങ്കിൽ വാട്ടർ ഷോ ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. പെട്ടെന്നുണ്ട് ലൈറ്റൊക്കെ ഓഫാകുന്നത്. നമ്മൾ വിചാരിച്ചു അവിടുത്തെ ടൈം കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തതാണെന്ന്. അപ്പോൾ പെട്ടെന്നാണ് സൈഡിൽ നോക്കുമ്പോഴേക്ക് അവിടെ നല്ല വാട്ടർ ഷോ, പിന്നെ ലൈറ്റും സോങ്ങൊക്കെ ആയിട്ട് കളർഫുൾ ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. കാരണം നമ്മൾക്ക് ആദ്യം അറിയില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവും എന്നുള്ളത്. പെട്ടെന്ന് കണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞപാട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ പുറത്ത് തന്നെ ഉള്ളതാണ്. ഇങ്ങനെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് മാങ്ങയും പൈനാപ്പിളും മുളകും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. അങ്ങനെ അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വിടുന്നത്. പിന്നെ രാത്രിയിലെ ഫുഡ് മസാല ദോശ കഴിച്ചു. കാരണം വേറെ ഫുഡൊന്നും നമുക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടമാകുന്നുണ്ടായില്ല. അപ്പോൾ കൂടുതലും പരമാവധി മസാല ദോശയിലാണ് അഡ്ജസ്റ്റ് ആക്കിയത്. അത് കഴിഞ്ഞ് ലേറ്റായിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.